6 വരിയായി നവീകരിച്ച ദേശീയപാതയിലെ കോഴിക്കോട് പന്തീരങ്കാവ് അത്യാധുനിക ടോൾ പ്ലാസയിൽ ഒക്ടോബർ ആദ്യവാരം പിരിവ് ആരംഭിക്കും. അടുത്ത ദിവസങ്ങളിൽ ടോൾ പിരിവിന്റെ ട്രയൽ റൺ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളെ ടോൾ പിരിവിൽ നിന്ന് എന്തായാലും ഒഴിവാക്കിയിട്ടുണ്ട്. പാലാഴിക്കും പന്തീരങ്കാവിനും ഇടയിലുള്ള കൂടത്തുംപാറയിലാണ് അത്യാധുനിക ടോൾ പ്ലാസയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഒക്ടോബർ ആദ്യവാരം ടോൾ പിരിവ് ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. ഫാസ്ടാഗ് സംവിധാനം പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഉടമകളുടെ വാഹനങ്ങൾക്ക് ഇളവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് എയ്ഡ് പോസ്റ്റ്, മെഡിക്കൽ സംവിധാനം, ശുചിമുറികൾ, ആംബുലൻസുകൾ, ക്രെയിൻ, റിക്കവറി വാൻ സംവിധാനങ്ങളെല്ലാം സജ്ജമായി കഴിഞ്ഞു. വെങ്ങളം മുതൽ രാമനാട്ടുകര വരെ ദേശീയപാത നവീകരിച്ച KMC കൺസ്ട്രക്ഷൻസ് ആണ് ടോൾ പ്ലാസ നിർമ്മിച്ചത്. 2 ആംബുലൻസ് ഉണ്ട്, 2 ടൂൾ വണ്ടി ഉണ്ട്, പിന്നെ ബാത്റൂം സൗകര്യങ്ങൾ, പിന്നെ ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങൾ, ഡോക്ടർ ഉണ്ടാവും, നഴ്സ് ഉണ്ടാവും, പിന്നെ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്. അത്യാവശ്യ ഘട്ടത്തിൽ റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട്. എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ. വെങ്ങളം മുതൽ രാമനാട്ടുകര വരെ 28 കിലോമീറ്റർ ദേശീയപാതയുടെ ലൈവ് ദൃശ്യങ്ങൾ ടോൾ പ്ലാസയിലെ കൺട്രോൾ റൂമിൽ 24 മണിക്കൂറും നിരീക്ഷിക്കാനാവും. ഇതിനായി 50 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഡൽഹി ആസ്ഥാനമായുള്ള റഞ്ചൂർ കമ്പനിക്കാണ് ടോൾ പിരിവിനുള്ള ചുമതല. ടോൾ നിരക്ക് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. സംസ്ഥാനത്തെ തന്നെ അത്യാധുനിക സംവിധാനങ്ങളുള്ള ടോൾ പ്ലാസയാണ് കോഴിക്കോട് സ്ഥാപിച്ചിട്ടുള്ളതെന്ന് അധികൃതർ അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്.